Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളുടെ പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ ബേക്കാച്ചിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മ ഇതിനെ ഒന്നെങ്കിൽ കായാച്ചി അല്ലെങ്കിൽ ബേക്കാച്ചി, നമ്മൾ ഇവിടെ നിന്നെങ്കിൽ പഴംപൊരി അങ്ങനെയാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഒറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് നല്ല നല്ല പഴുത്ത പഴമാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. നമ്മൾ പച്ചപ്പഴമൊക്കെ ഉണ്ടാക്കില്ല, അതിനൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഒരു പുളിപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇതെങ്കിൽ നല്ല അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ നടുവൊന്ന് കയറിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ മൈദപ്പൊടിയിലെ ഓൾ പർപ്പസ് ഫ്ലോർ അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒരു കപ്പ് 1.5 കപ്പിൻ്റെ മേലെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും പിന്നെ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതിനെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. ഒരു 2 കപ്പ് വെള്ളത്തിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല പോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിസ്കി ഉപയോഗിച്ചിട്ടെങ്കിൽ അങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നല്ല നൈസായിട്ട് മിക്സ് ആക്കണം, കട്ടൊന്നും കൂടാതെ. നമുക്ക് എന്നിട്ട് ഈ മാവിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഇത് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇത് കുറേ സമയമായി ഇവിടെ നല്ല പോലെ ചൂടായി കിടക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതാദ്യം ഒട്ടിപ്പിടിച്ചതുപോലെയൊക്കെ തോന്നും, പിന്നെ അതൊന്നും കുഴപ്പമില്ല. അതിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടിട്ടായിട്ട് നമ്മൾ 2 സൈഡിലും മൊരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരു ക്രിസ്പി ആയിട്ടൊന്നും അങ്ങനെ കിട്ടൂല. ഇത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി കായച്ചി നമുക്കിവിടെ റെഡിയായി കിട്ടും പഴംപൊരി. അല്ലാതെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കൂല, അങ്ങനെയൊന്നും ചേർക്കേണ്ടെന്ന് ആവശ്യമില്ല. കുറച്ച് ടൈം കൂടുതലെടുത്തിട്ട് ഇതിനെ മൊരിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലും നല്ല 2 സൈഡ് ഇങ്ങനെ പൊള്ളിച്ച പോലെയൊക്കെ ആയിട്ടൊക്കെ കിട്ടും. നല്ലോണം തെളുപ്പായിട്ട് ഇതിൻ്റെ മാവ് ആക്കാതെ തിന്നാൽ മതി. കുറച്ച് കട്ടിക്ക് ആക്കിയിട്ട് എടുക്കണം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നല്ല കറുമുറാന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആ പൊരിച്ചെടുത്ത പാടന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കറുമുറായിട്ട് കഴിക്കാൻ ഞങ്ങൾക്കൊക്കെ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് കുറച്ച് തണുത്തതിന് ശേഷമാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. പിന്നെ ഇതിൻ്റെ വേറൊരു മെത്തേഡിൽ കൂടി നമ്മൾ കാസർഗോഡ് ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ പഴംപൊരി ശരിയായില്ലെന്ന് ഇനി ആരും പറയരുത്. ഏത് കൊച്ചു കുഞ്ഞിന് പോലും ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരി കൂടിയാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ ചായ തിളക്കുന്ന നേരം കൊണ്ട് നമ്മൾക്ക് ഈ പഴംപൊരി റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.